നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ചാരായം വാറ്റിയ കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ പിടികൂടി. പുത്തഞ്ചിറ കണ്ണിക്കുളങ്ങര സ്വദേശി 43 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായത്. ബസ്സിൽ യാത്രക്കിടെ അഷ്ടമിച്ചിറ സ്വദേശിനിയുടെ മാല പൊട്ടിച്ചെടുത്ത കേസിൽ തമിഴ്നാട് സ്വദേശിയായ സ്ത്രീയെ അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് തിരുപ്പൂർ മാരിയമ്മൻ കോവിൽ തെരുവ് സ്വദേശി 33 വയസ്സുള്ള ലക്ഷ്മിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പൊയ്യ ഗ്രാമപഞ്ചായത്തിലെ അഴിമതി ഭരണത്തിനും വികസന മുരടിപ്പിനുമെതിരെ LDF പൊയ്യ പഞ്ചായത്ത് കമ്മിറ്റി ജനകീയ കുറ്റപത്ര സമർപ്പണവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചാരായം വാറ്റിയ കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ പിടികൂടി. പുത്തഞ്ചിറ കണ്ണിക്കുളങ്ങര സ്വദേശി 43 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായത്. ജൂൺ 24-ന് പുളിയിലക്കുന്നിലെ പ്രതിയുടെ വീട്ടിലെ ബെഡ്റൂമിൽ നിന്നും ബക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന ചാരായം നിർമ്മിക്കുന്നതിന് ആവശ്യമായ വാഷ് പിടിച്ചെടുക്കുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ്. എന്നാൽ കോടതി നടപടികളിൽ സഹകരിക്കാതെ ഒളിവിൽ കഴിയുകയായിരുന്നു. തുടർന്നാണ് കോടതിയുടെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള വാറന്റ് ഉപയോഗിച്ച് തൃശൂർ റൂറൽ പോലീസ് പുത്തഞ്ചിറയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി, CPOമാരായ അഖിലേഷ്, ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ബസ്സിൽ യാത്ര ചെയ്തിരുന്ന അഷ്ടമിച്ചിറ സ്വദേശിനിയുടെ മാല പൊട്ടിച്ചെടുത്ത കേസിൽ തമിഴ്നാട് സ്വദേശിയായ സ്ത്രീയെ അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് തിരുപ്പൂർ മാരിയമ്മൻ കോവിൽ തെരുവ് സ്വദേശി 33 വയസ്സുള്ള ലക്ഷ്മിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാവിലെ 8:30-ന് അഷ്ടമിച്ചിറ പുളിയിലക്കുന്ന് സ്വദേശിനി അഷ്ടമിച്ചിറയിൽ നിന്നും മാള ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോകുന്നതിനായി ആവേ മരിയ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ വടമ്മ കിണർ സ്റ്റോപ്പ് എത്തിയപ്പോൾ പരാതിക്കാരിയുടെ കഴുത്തിൽ കിടന്നിരുന്ന മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇവർ സമാനമായ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തിവരികയാണ്. മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി, സബ് ഇൻസ്പെക്ടർമാരായ ബെന്നി KT, മുഹമ്മദ് ബാഷി, GS CPO അനീഷ്, CPOമാരായ അഖിലേഷ്, സിജോ എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത്. പൊയ്യ ഗ്രാമപഞ്ചായത്തിലെ അഴിമതി ഭരണത്തിനും വികസന മുരടിപ്പിനുമെതിരെ LDF പൊയ്യ പഞ്ചായത്ത് കമ്മിറ്റി ജനകീയ കുറ്റപത്ര സമർപ്പണവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രകടന പത്രിക ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന് 5 കൊല്ലം തികയാൻ 3 മാസം ബാക്കി നിൽക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതി സ്വാഭാവികമായും അവരാണ് 5 കൊല്ലത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുന്നത്. അവരുടെ വികസന നേട്ടം ശ്മശാനത്തിൽ ഒതുങ്ങുന്നു. ഇന്നലെ നടന്ന ഒരു പരിപാടിയോടുകൂടി ശ്മശാനത്തിൽ അവസാനിക്കുകയാണ് പൊയ്യ ഗ്രാമപഞ്ചായത്തിൻ്റെ കോൺഗ്രസ് നയിക്കുന്ന ഭരണസമിതിയുടെ വികസന നേട്ടം. കുറ്റം, കുറ്റപത്രം പോലീസ് ഭാഷയാണ്. ക്രിമിനൽ പ്രൊസീജിയർ അനുസരിച്ച് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുണ്ട്, FIR. CS രഘു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CN സുധാർജനൻ, KC വർഗീസ്, AM ഹക്കീം, IS അക്ഷയ്, VS ലക്ഷ്മണൻ, KP ഹരി, KJ ഷൈമോൻ, ബൈജു പാറേക്കാടൻ എന്നിവർ സംസാരിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം മാള മേഖലാ കമ്മിറ്റിയും NK വാസു സ്മാരക വായനശാലയും സംയുക്തമായി VS അച്യുതാനന്ദൻ സാനു മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ MC പോൾ ഉദ്ഘാടനം ചെയ്തു. 1964 പാർട്ടി പിളർന്നപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോന്ന 32 പേരിൽ അവശേഷിച്ച വ്യക്തിത്വമായിരുന്നു സഖാവ് VS. അതുമാത്രമല്ല, തുടർന്ന് സഖാവ് VS പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി, അതോടൊപ്പം പ്രതിപക്ഷ നേതാവായി, തുടർന്ന് ഒരു ടേം മുഖ്യമന്ത്രിയായി ജനങ്ങളെ സംഘടിപ്പിച്ച് വ്യക്തമായ രാഷ്ട്രീയ ബോധത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ കെട്ടിപ്പടുക്കുന്നതിന് നിർണായകമായ പങ്കുവഹിച്ച സഖാവ് VS 23-ാമത്തെ വയസ്സിൽ പാലായിലെ പോലീസ് അറസ്റ്റ് ചെയ്ത് സഖാവിനെ സെല്ലിലടക്കുകയും രാത്രി മുഴുവൻ മൃഗീയമായ രീതിയിൽ അദ്ദേഹത്തെ ആക്രമിക്കുകയും അതിനുശേഷം ബോധരഹിതനായ സഖാവിനെ ഒരു പോലീസുകാരൻ ബയണറ്റ് കൊണ്ട് കാലിൽ കുത്തി ചോര വാർന്നൊഴുകുന്ന അവസ്ഥയിൽ ഇദ്ദേഹത്തെ കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി
കുഴിച്ചിടാം എന്ന് പോലീസ് മേധാവികൾ തീരുമാനിക്കുന്നു. CR പുരുഷോത്തമൻ, സാനു മാസ്റ്റർ അനുസ്മരണവും അഡ്വക്കേറ്റ് VV ജയരാമൻ VS അനുസ്മരണവും നിർവഹിച്ചു. പൂക്കാസ മേഖലാ സെക്രട്ടറി ഷീബ ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. വായനശാല പ്രസിഡന്റ് ബഷീർ തെക്കത്ത്, രേഖ അനിൽ, TK കബീർ, PK മാധവൻ, KM പ്രതാപൻ, KC ത്യാഗരാജൻ, TN വിജയൻ, KO വർഗീസ്, ഡോളി മാരേക്കാട്, VO വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് LDF മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്നമനടയിൽ പ്രതിഷേധ യോഗവും പ്രകടനവും സംഘടിപ്പിച്ചു. CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. അവിടെ നമുക്കൊരു പാഠമുണ്ട്. ഫാസിസത്തെ പരാജയപ്പെടുത്താൻ മറ്റ് രാഷ്ട്രീയ ചിന്തകളൊന്നും നമുക്ക് തടസ്സമായി കൂടാ. ഇന്ത്യ ഒരു ഫാസിസ്റ്റ് ഭരണത്തിന്റെ കീഴിലാണ് എന്ന തിരിച്ചറിവിലൂടെ തന്നെ ഈ ഫാസിസത്തിനെതിരായ പോരാട്ടം നമ്മൾ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ, മതവിശ്വാസികൾ, ജനാധിപത്യ ശക്തികൾ, പിന്നോക്ക വിഭാഗക്കാർ, ദളിത് ജനവിഭാഗങ്ങൾ, ആദിവാസികൾ, മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവർ, ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്നവർ എല്ലാവരുടെയും ഐക്യനിര ഉയർന്നു വരണം എന്ന് തന്നെയാണ് ഈ പ്രതിഷേധ സമരത്തിലും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഹ്വാനം ചെയ്യുന്നത്. TK സന്തോഷ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ, ഉണ്ണികൃഷ്ണൻ, M രാജേഷ്, വസന്തകുമാർ, KV മുസ്താഖ് അലി, വേണു വെണ്ണറ, NCP സംസ്ഥാന സെക്രട്ടറി ക്ലിഫി KO, ബിനിൽ പ്രതാപൻ, അഡ്വക്കേറ്റ് അരുൺകുമാർ, ഡേവിസ് കണ്ണമ്പിള്ളി, രാഷ്ട്രീയ ജനതാദൾ ശിവൻ കരിയത്തുപറമ്പിൽ, ഡേവിസ് മാമ്പ്ര, TK സതീശൻ, ശ്യാമള അയ്യപ്പൻ, PV വിനോദ്, TC സുബ്രൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാരായം വാറ്റിയ കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ പിടികൂടി. പുത്തഞ്ചിറ കണ്ണിക്കുളങ്ങര സ്വദേശി 43 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായത്. ബസ്സിൽ യാത്രക്കിടെ അഷ്ടമിച്ചിറ സ്വദേശിനിയുടെ മാല പൊട്ടിച്ചെടുത്ത കേസിൽ തമിഴ്നാട് സ്വദേശിയായ സ്ത്രീയെ അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് തിരുപ്പൂർ മാരിയമ്മൻ കോവിൽ തെരുവ് സ്വദേശി 33 വയസ്സുള്ള ലക്ഷ്മിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പൊയ്യ ഗ്രാമപഞ്ചായത്തിലെ അഴിമതി ഭരണത്തിനും വികസന മുരടിപ്പിനുമെതിരെ LDF പൊയ്യ പഞ്ചായത്ത് കമ്മിറ്റി ജനകീയ കുറ്റപത്ര സമർപ്പണവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.